മുൻ ബിഗ് ബോസ് അല്ലേ ഇവർ പറയുന്നത് ഞാൻ തട്ട ഒഴിവാക്കി, കഴുത്തിലോട്ടാക്കി, പിന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. കാരണം ഇങ്ങനെ തട്ടമൊക്കെ ഇട്ട് നടന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ ഇങ്ങനെ സ്റ്റൈലിൽ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. കാരണം നെഞ്ചിന്റെ അവിടെയൊക്കെയുള്ള ടാറ്റു ഒക്കെ ആൾക്കാർ കാണണ്ടേ. അപ്പോൾ അത് കാണണമെങ്കിൽ തട്ടമൊക്കെ ഒഴിവാക്കണം, മോഡേൺ സ്ത്രീ ആയിട്ട് പോകണം. അപ്പം ഇസ്ലാമിലെ പല കാര്യങ്ങളും തെറ്റായിട്ടാണ് അവർക്ക് തോന്നുന്നത്. ഒന്നും ശരിയല്ല. ഹ്യൂമാനിറ്റി അത് കുഴപ്പമില്ല. കാരണം ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ. ഇപ്പം നമസ്കാരം, ഓതൽ, അതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ശരീരം വൃത്തിയായിട്ടിരിക്കണം, ഒതു കൊടുക്കണം, കൃത്യമായിട്ട് നമസ്കരിക്കണം, കൃത്യമായിട്ട് പള്ളിയിൽ പോകേണ്ടവരാണ് അങ്ങനെ പോകണം, വീട്ടിലാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പം അതൊക്കെ നമുക്ക് ഈ അടിച്ചുപൊളി ലൈഫിലൊന്നും അത് നടക്കൂല. അതൊക്കെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അപ്പം അതൊക്കെ പ്രശ്നമാണ്. പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ചെയ്യൂലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ എന്താ പറയുന്നത്, മതത്തിൽ ഒരുപാട് തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്, തെറ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെടുക്കും. ബാക്കിയൊക്കെ എല്ലാം മോശമായിട്ടാണ് അവർ കാണുന്നത്. എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഞാൻ തട്ട ഒഴിവാക്കിയത് എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ +2 വരെ എനിക്ക് തട്ടുണ്ടായിരുന്നു. ഡിഗ്രി ഒരു കൊല്ലം ഞാൻ മഹാരാജാസിൽ പഠിച്ചു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, പിന്നെ സെന്റ് ജോസഫിൽ കയറി. അപ്പോ തട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഷോൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊരു സെക്കൻഡ് ഇയർ ആയപ്പോഴൊക്കെ ഷോൾ ഇങ്ങനെ കഴുത്തിക്കൂടി ഇടുന്നതായി. പിന്നെ തേർഡ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോ സെറ്റായി. പിന്നെ BPA ഒക്കെ പോയപ്പോ ഷോളൊക്കെ കംപ്ലീറ്റ് പഠിച്ചതെല്ലാം തെറ്റാണ്. പഠിച്ചതെല്ലാം തെറ്റാണ്, തെറ്റായ കാര്യം. അങ്ങനെ പറയാൻ പറ്റില്ല. മതം ചില കാര്യങ്ങളിൽ നല്ലതാ. പിന്നെ എനിക്കുള്ള പരിപാടി മതം ഒരുപാട് നല്ല കാര്യങ്ങൾ മതത്തിന് പറയുന്നുണ്ട്. പക്ഷെ അതിനെ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പൊ എല്ലാ മതങ്ങളിലും എല്ലാത്തിലും പറയുന്നത് തൊട്ട് അടുത്തുള്ളവരെ സ്നേഹിക്കുക, സഹായിക്കുക, ഹ്യൂമാനിറ്റി മാറ്റേഴ്സ് അത്രേ പറയുന്നുള്ളൂ. പക്ഷെ അതിനെ വേറെ രീതിയിലേക്ക് മറ്റുള്ളവരാക്കി എടുക്കില്ല. അവരെന്നോട് നീ എന്താ നിസ്കരിക്കാതെ, നീ അങ്ങനെ ചെയ്യണം, നീ ഖുർആൻ ഓതണം പറയാറില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അതുപോലെ ഞാനും ഉമ്മി ഓതാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. അവർക്ക് എന്താണോ ഫീൽ ചെയ്യണത്, അവർക്ക് എന്ത് ചെയ്യുമ്പോഴാണ് സമാധാനം അവർക്ക് കിട്ടിക്കോട്ടെ. എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സമാധാനം കിട്ടുന്നു, എനിക്ക് 10 ആൾക്കാരെ കാണുമ്പോൾ സമാധാനം കിട്ടുന്നു, സന്തോഷം കിട്ടുന്നു, സംസാരിക്കുന്നു, പുതിയ പുതിയ